إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ദിവസേന 17 പ്രാവശ്യം നിർബന്ധമായും മറ്റു സുന്നത്ത് നമസ്കാരങ്ങളിൽ വേറെയും അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥന, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ ചൊവ്വായ പാതയിൽ, നേരായ പാതയിൽ ഞങ്ങളെ വഴി നടത്തേണമേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ ചൊവ്വായ നേരായ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തേണമേ എന്നുള്ള പ്രാർത്ഥന. തുടർന്നുകൊണ്ട് അള്ളാഹുവിനോട് ആ നേരായ വഴി, ചൊവ്വായ പാത ഏതാണ് എന്നും നമ്മൾ ചോദിക്കുന്നു. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അതായത് ആ ഒരു മാർഗം, ആ ഒരു വഴി
നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്, നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്. ആരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രമായ ആളുകൾ? ഫൗലായിക വല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഫൗലായിക വല്ലദീന അൻഅമല്ലാഹു, അള്ളാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ച, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വിധേയരായ ആളുകൾ ആരൊക്കെയാണ്? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരുണ്ട്, അതുപോലെ സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും, അവരെയാണ് നീ അനുഗ്രഹിച്ചിട്ടുള്ളത്. ആ നിന്റെ അനുഗ്രഹത്തിന് വിധേയരായ സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, നബിമാരുടെ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ എന്നാണ് നമ്മൾ ഓരോരുത്തരും ദിവസേന 17 പ്രാവശ്യം റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാണ് ആ മാർഗം? പ്രവാചകന്മാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ മാർഗം. ഇന്നല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. ഇന്നല്ലാഹ റബ്ബി വറബ്ബുകും, നിങ്ങളുടെയും എന്റെയും റബ്ബായ ആ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനെ മാത്രം ആരാധിക്കുക. ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാത എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബില ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, തീർച്ചയായും ഇതാണ് സിറാത്തുൽ മുസ്തഖീം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് ചൊവ്വായ മാർഗ്ഗം, സിറാത്തുൽ മുസ്തഖീം. ഫത്തബിഊഹു, ആ മാർഗത്തെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. വലാ തത്തബിഉസ് സുബില, മറ്റുള്ള ഒരു മാർഗങ്ങളെയും നിങ്ങൾ പിൻപറ്റുവാൻ പാടില്ല. അപ്പോ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് അതൊരേ ഒരു വഴി മാത്രമാണ്, അതൊരൊറ്റ വഴി മാത്രമേയുള്ളൂ. വലാ തത്തബിഉസ് സുബില, അതല്ലാത്ത ഒരു മാർഗത്തെയും അതല്ലാത്ത ഒരു വഴികളെയും നിങ്ങൾ പിൻപറ്റുവാൻ പാടില്ല. എങ്കിലോ ഫതഫറഖ ബികും അൻ സബീലിഹി, ആ മാർഗങ്ങളെല്ലാം തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിച്ചു കളയും. ദാലികും വസാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, അതെ, ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്ന ഒരു കാര്യമാണിത്. സിറാത്തുൽ മുസ്തഖീം അത് ഒന്നേയുള്ളൂ, അത് പലതില്ല. ആ പലതിലൂടെയും ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. അതൊരൊറ്റ മാർഗം. ആ ഒരൊറ്റ മാർഗത്തിലൂടെ, പാതയിലൂടെ ചലിക്കുന്ന ആളുകൾക്ക് മാത്രമേ അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഈ സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വസിയ്യത്തായി, നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കുവാൻ വേണ്ടി, തഖ്വ പാലിച്ച് ജീവിക്കുന്നവരാകുവാൻ വേണ്ടി അല്ലാഹു നമുക്ക് നൽകുന്ന വലിയൊരു വസിയ്യത്തായിക്കൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ആ സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അഥവാ തൗഹീദിന്റെ മാർഗമാണ്. തൗഹീദിന്റെ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. മറിച്ച് ശിർക്കിന്റെ മാർഗമാണ് മറ്റുള്ള വഴികളെല്ലാം എന്ന കൃത്യമായ അറിയിപ്പാണ് ഖുർആൻ നമുക്ക് നൽകുന്നത്. തുടർന്നുകൊണ്ട് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുന്നതോ, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ് ഞങ്ങൾ വഴി നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് റബ്ബിനോട് പറയുന്നത് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈറുൽ മഗ്ദൂബി, നിന്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, നിന്റെ ശാപകോപത്തിന് ഇരയായ ജൂതന്മാരുടെ, യഹൂദികളുടെ മാർഗത്തിലല്ല, വലദ്ദാല്ലീൻ, അതുപോലെ വഴിപിഴച്ചുപോയ നസാറാക്കളുടെ, ക്രിസ്ത്യാനികളുടെ മാർഗത്തിലുമല്ല ഞങ്ങളെ നീ ചേർക്കേണ്ടത് എന്നാണ് അല്ലാഹുവിനോട് നാം ദിവസേന ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സഹോദരങ്ങളെ, യഹൂദ ക്രൈസ്തവർ അവരെന്തുകൊണ്ട് അള്ളാഹുവിന്റെ ശാപകോപത്തിനിരയായി? എന്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വഴിപിഴച്ച ആളുകളെന്ന് മുദ്രകുത്തി? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 30-31 വചനങ്ങളിലൂടെ വകാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ് വകാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്. വകാലത്തിൽ യഹൂദു, യഹൂദികളുടെ വാദം എന്തായിരുന്നു? വകാലത്തിൽ യഹൂദു, യഹൂദന്മാര് പറഞ്ഞത് ഉസൈറുൻ ഇബ്നുല്ലാഹ്, ഉസൈർ നബി അള്ളാഹുവിന്റെ മകനാകുന്നു, അള്ളാഹുവിന്റെ പുത്രനാണ്. ഉസൈർ അള്ളാഹുവിന്റെ മകനാകുന്നു. വകാലത്തിൻ നസാറ, ക്രൈസ്തവരായ ആളുകൾ പറഞ്ഞു അൽ മസീഹ് ഇബ്നുല്ലാഹ്, ഈസാ മസീഹ്, ഈസാ നബി അലൈഹിസ്സലാം ഇബ്നുല്ലാഹ്, അള്ളാഹുവിന്റെ മകനാകുന്നു എന്ന്. ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം, അത് അവരുടെ വായ കൊണ്ട് പറഞ്ഞു വരാറുള്ള ഒരു വാക്ക് മാത്രമാകുന്നു. യുദാഹിഊന ഖൗലല്ലദീന കഫറൂ മിൻ ഖബൽ, മുമ്പ് അവിശ്വസിച്ചവരുടെ വാക്കിനോട് ഇവരും ഇതാ സാമ്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ഖാതലഹുമുല്ലാഹു അന്നാ യുഫകൂൻ, എങ്ങനെയാണ് അവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? അപ്പോ യൂദന്മാരുടെ മതം ഉസൈർ അള്ളാഹുവിന്റെ മകനാണ്, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് ക്രിസ്ത്യാനികളും വാദിച്ചു. തീർച്ചയായും മുമ്പ് അവിശ്വസിച്ചവരുടെ വാക്കിനെ അവർ പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത്. തീർച്ചയായും അവർ വഴിതെറ്റിക്കപ്പെട്ടവരാണ് എന്ന് ഖുർആൻ. തീർന്നില്ല. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവരിലെ പണ്ഡിതന്മാരെയും അവരിലെ പുരോഹിതന്മാരെയും അവർ അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളാക്കി മാറ്റി. അവരുള്ള പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും യൂദ നസാറാക്കൾ എന്ത് ചെയ്തു? അല്ലാഹുവിന് പുറമെ രക്ഷകർത്താക്കളായി അവർ സ്വീകരിച്ചു. വൽ മസീഹ ഇബ്നു മറിയം, മറിയമിന്റെ മകൻ ഈസയെയും അവർ രക്ഷാധികാരിയായി സ്വീകരിച്ചു. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദാ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനാണ് അവരോട് കൽപ്പിച്ചത്. അവൻ മാത്രമാകുന്ന ആരാധ്യൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അല്ലാഹു എത്രയോ പരമപരിശുദ്ധനാണ്. അപ്പോൾ അല്ലാഹുവിന് പുറമെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി. ഈസാ നബി അലൈഹിസ്സലാമിനെ അവര് രക്ഷാധികാരിയാക്കി റബ്ബാക്കി മാറ്റി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് യൂദ നസാറാക്കൾ വിധേയരായത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകി. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹത്തെ ചാണിന് ചാണായും മുഴത്തിനു മുഴമായി നിങ്ങൾ അവരെ പിൻപറ്റുക തന്നെ ചെയ്യും. അവർ ഒരു ഉടുമ്പിന്റെ വാളത്തിൽ പ്രവേശിച്ചാൽ ആ ഉടുമ്പിന്റെ വാളം കണ്ടെത്തി അതിൽ നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. അത്ര രൂപത്തിൽ യൂദ നസാറാക്കളെ ഈ ഉമ്മത്ത് മുസ്ലിം സമുദായം പിൻപറ്റുക തന്നെ ചെയ്യും. അതെ, അല്ലാഹുവിന്റെ റസൂലോട് ചോദിച്ചു, മുൻ സമുദായങ്ങൾ എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിച്ചത് യൂദ നസാറാക്കളെയാണോ? പ്രവാചകൻ ചോദിച്ചു, അവരല്ലാതെ മറ്റാരെയാണ്? സഹോദരങ്ങളെ, ഉസൈർ ദൈവപുത്രനാണെന്ന് വാദിച്ച യഹൂദരെയും ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്ന് വാദിച്ച ക്രിസ്ത്യാനികള് ആ ക്രൈസ്തവരെയും കടത്തിവെട്ടി ഇന്ന് മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. നമുക്കറിയാം, ജീവിതത്തിൽ നിസ്കരിക്കാത്ത, ദീനിന്റെ ഒരു കൽപ്പനയും സ്വന്തം ജീവിതത്തിൽ പാലിക്കാത്ത, മാനസിക രോഗിയായ, മനോരോഗിയായ, പിഴച്ച ഒരു വ്യക്തിയെ പടച്ചോനാക്കി അവതരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിൽ ഒരു ഭാഗം ആളുകൾ എന്ന് എത്തിപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്നത്, ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത്, അവർക്കറിയാം,
CM മടവൂരി എന്ന് പറയുന്ന ഒരു മാനസിക രോഗിയെ സംബന്ധിച്ചുള്ള ഒരു പാട്ടാണ് ഹുബ്ബ് സ്വാലിഹീൻ ദഅ്വാ സംഘം പുറത്തിറക്കിയ മടവൂരാണ് എന്റെ ഉടയോൻ എന്ന സംഗീത ആൽബത്തിന്റെ തുടക്കം നമ്മളിൽ പല ആളുകളും കേട്ടവരാണ്. മടവൂരാരാ, പടച്ചോനാണോ ചോദിച്ചവരോടാണ് ഈ ചൊല്ല്. അതെ 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 അത് മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ, മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ, മടവൂരാണ് ഞങ്ങളെ പടച്ചവൻ അറിയണേ. ഊ അല്ലാ മടവൂര്, ഊഹു അല്ലാ മടവൂര്. ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, എവിടെ എത്തി? മടവൂരാണോ നിങ്ങളുടെ പടച്ചോൻ എന്ന് ചോദിച്ച ആളുകളോടാണ് ഞങ്ങളുടെ മറുപടി. അതെ അത് മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളുടെ പടച്ചോൻ അറിയണേ. ഞങ്ങളുടെ പടച്ചോൻ എന്ന് പറയുന്നത് CM മടവൂരാണ് എന്ന് നിങ്ങൾ അറിയുക. ഊ അല്ലാ CM മടവൂർ, ഞങ്ങളുടെ അല്ലാ മടവൂരാണ്. ഊ അല്ലാ മടവൂര്, അതെ അല്ല തന്നെയാണ് മടവൂര്. പറഞ്ഞ് ജൂതന സാറാക്കളെയും കടത്തിവെട്ടി CM മടവൂരി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ മനുഷ്യനെ അള്ളയാക്കി ചിത്രീകരിച്ചിരിക്കുന്നു. CM മടവൂരാണ് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തട്ടുവിട്ട പുരോഹിതന്മാരെയും അതിനെ ന്യായീകരിച്ചു നടക്കുന്ന ശിങ്കിടികളെയും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ കേരളീയ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ അൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരാണ് സത്യമെന്ന വിശുദ്ധ ഖുർആനിലെ സൂക്തത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്, അതെ അൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവർ ആണ് സത്യം എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവർ. അപ്പോൾ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ്. ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ CM മടവൂരാണ് എന്നതിന് വിശുദ്ധ ഖുർആനിലെ ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഈ വാദം ഈ ആളുകൾ സമർത്ഥിച്ചത്. എന്നാൽ ഇന്നോ മടവൂർ തന്നെ ലോകം നിയന്ത്രിക്കുന്നവരെന്നല്ല, മടവൂർ തന്നെയാകുന്നു പടച്ചോൻ എന്ന് പറയാൻ പോലുമുള്ള ധൈര്യം ഈ ആളുകൾക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നഊദുബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ചില വിഗ്രഹങ്ങളെ കണ്ടെത്തി, നമ്മൾ മനസ്സിലാക്കി. ആ വിഗ്രഹങ്ങളെ തേടിയെടുത്ത് ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിലും ഈ ഉമ്മത്ത് സുജൂദ് ചെയ്യുമ്പോഴേക്കും ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനം നമ്മൾ മുമ്പത്തെ ഖുത്ബയിൽ മനസ്സിലാക്കിയവരാണ്. എന്നാൽ ഇന്നോ മക്ക മുശ്രിക്കുകളെ പോലും പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളായ മക്കയിലെ മുശ്രിക്കുകളെ പോലും കേരളത്തിലെ സമസ്ത ഖുറാഫികൾ കടത്തിവെട്ടിയിരിക്കുന്നു എന്നതാണ് സത്യം. മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സന്നിഗ്ധമായ ഘട്ടത്തിൽ അവർ അള്ളാഹുവോടാണ് പ്രാർത്ഥിച്ചിരുന്നത് എന്ന് ഖുർആൻ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മക്കാ മുശ്രിക്കുകൾ ഹജ്ജിലും ഉംറയിലും കഅബയെ തവാഫ് ചെയ്യുമ്പോൾ ചൊല്ലിയിരുന്ന തൽബിയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു, നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് വന്നിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നിനക്ക് യാതൊരു ശരീക്കുമില്ല. ഇല്ലാ ശരീക്കൻ, ഒരു പങ്കാളി ഒഴികെ. നിനക്കൊരു കൂട്ടുകാരുമില്ല, ഒരു ശരീക്കുമില്ല. ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരൻ ഒഴികെ. ഉവലക തംലികുഹു വമാ മലക, അവനെയും ആ പങ്കുകാരനെയും അവന്റെ അധീനതയിലുള്ളതിനെയും നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ നീയാണ് പടച്ചവനെ. നീ കൊടുക്കുന്ന കഴിവ് മാത്രമേ ഈ പങ്കാളികൾക്കുള്ളൂ എന്ന തൽബിയത്താണ് മക്കാ മുശ്രിക്കുകൾ മുഴക്കിയിരുന്നതെങ്കിൽ ആ മുശ്രിക്കുകളെ പോലും കടത്തിവെട്ടി
തീയമ്മടവ് നീ തന്നെയാണ് ഞങ്ങളുടെ അല്ലാഹ്, നീയാണ് ഞങ്ങളുടെ പടച്ചവനെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സമസ്ത അതിലെ ആളുകൾ, അതിലെ പുരോഹിതന്മാർ വഴിപിഴച്ചിരിക്കുന്നു. ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അബൂജഹലിന് പറയാനുണ്ടായിരുന്നത്, ബഹുദൈവ വിശ്വാസികളായ മക്കാ മുശ്രിക്കുകൾക്ക് പറയാനുണ്ടായിരുന്നത് അല്ലാഹുവാണ് എന്നാണ് അവർ നൽകിയ മറുപടി. ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് അധീനമാക്കി തന്നവൻ ആരാണ് എന്ന് നബിയെ അവരോട് ചോദിച്ചു നോക്കൂ. മക്കാ മുശ്രിക്കുകളോട് അവർ പറയും അല്ലാഹുവാണ് എന്നവർ മറുപടി നൽകും. ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം വർഷിപ്പിച്ചു നൽകി നിർജീവമായി കിടക്കുന്ന ഭൂമിയെ പുനർജീവിച്ച് അവിടെ സസ്യലതാദികളെ ഉൽപ്പാദിപ്പിച്ചു തന്നവൻ ആരാണ് എന്ന് ദൈവ വിശ്വാസികളായ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കും നബിയെ. അവർ പറയില്ല അല്ലാഹുവാണ് എന്ന് അവർ പറയും. അതെ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, അവരെ സൃഷ്ടിച്ചത്, അവർ കന്നം നൽകുന്നത്, അവർക്ക് വെള്ളം നൽകുന്നത്, ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അബൂജഹൽ പറയും അല്ലാഹുവാണ് എന്ന്. എന്നാൽ ഇന്നത്തെ കേരളത്തിലെ ഒരു ഭാഗം മുസ്ലിം ഉമ്മത്തിലെ മുസ്ലിം നാമധാരികളായ മറ്റും ആളുകൾ പറയുന്നത് അതൊക്കെ ചെയ്യുന്നത് തീയമ്മടവൂരാൻ അല്ലെങ്കിൽ മറ്റുള്ള ഔലിയാക്കളാണ്. ആരാണ് ആകാശത്തിൽ നിന്ന് വെള്ളം വർഷിപ്പിച്ചു നൽകുന്നവൻ? അബൂജഹലിന്റെയും മുശ്രിക്കുകളുടെ മറുപടി അല്ലാഹുവാണ് എന്ന്. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ പഠിച്ചു വെക്കുന്നത് ആകാശഭൂമികളുടെ കുത്തുബും ഞങ്ങളുടെ സഹായിയായിട്ടുള്ളവനും, ആകാശത്തിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്ന മഹാനെ, ആകാശത്തിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്ന മഹാനെ മുഹീദ്ദീൻ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളാണ് ഞങ്ങൾക്ക് ആകാശത്തിൽ നിന്നും വെള്ളം വർഷിപ്പിച്ചു നൽകുന്നത് എന്ന് മുഹീദ്ദീൻ വിളിച്ചുകൊണ്ട് അതേ കുതുബിയ്യത്തിലൂടെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ. അബൂജഹൽ പറയും അള്ളയാണ് എന്ന്, അബൂബക്കർ പറയും അത് മുഹീദ്ദീൻ കാണിക്കുന്നു. എന്തൊരു വൈരുദ്ധ്യമാണ്. ആകാശഭൂമികൾ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവർ ആരാണ് എന്ന് നബിയെ ചോദിക്കൂ. നിങ്ങൾക്ക് കേൾവിയെയും കാഴ്ചയെയും അധീനപ്പെടുത്തി തന്നവൻ, ജീവനുള്ളവയിൽ നിന്ന് ജീവനില്ലാത്തവയും ജീവനില്ലാത്തവയിൽ ജീവനുള്ളവയെയും ആരാണ് സൃഷ്ടിച്ചത്? കാര്യങ്ങളുടെ കൺട്രോൾ, കാര്യങ്ങളുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ് എന്ന് ചോദിക്കും നബിയെ. അവര് പറയും അല്ലാഹുവാണ് എന്ന്. എന്നാൽ മുസ്ലിമത്തിലെ സമസ്തയോ അവര് പറയുന്നു അല്ലാഹുവല്ല ലോകത്തിന്റെ നിയന്ത്രണം, അല്ലാഹു ഔലിയാക്കളെ ഏൽപ്പിച്ചിരിക്കുന്നു, മടവൂർ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അതേ കടലിലൂടെ യാത്ര ചെയ്യുമ്പോ ആ കടൽ തിരമാലകളിൽ കാറ്റിലും കോളിലും പെട്ട് കപ്പൽ ആടികുലയുന്ന സന്ദർഭത്തിൽ ആത്മാർത്ഥമായി വിലാസോടുകൂടി മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിനെ വിളിക്കുമായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. എന്നാൽ ഇബ്ലീസ് പഠിപ്പിക്കുന്നതോ ആ ഇബ്ലീസിന്റെ വാദത്തിലേക്കാണ് മുസ്ലിം ഉമ്മത്തിലൊരു ഭാഗം ആളുകൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതെ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, അവരെ ആരാധിക്കാൻ, അവരെ നേർച്ചയാക്കാൻ, അവരുടെ കബറുകൾ കെട്ടിയുയർത്താൻ ഇതൊക്കെ പഠിപ്പിച്ചത് ഇബ്ലീസാണ്. ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിക്ക് ശേഷമുള്ള 10 തലമുറയുണ്ടായിരുന്നു. അവരൊക്കെ പക്ക തൗഹീദിലാണ് നിലകൊണ്ടത്. ആദം നബി അലൈഹിസ്സലാമിക്ക് ശേഷമുള്ള 10 തലമുറകൾ കഴിഞ്ഞാണ് ലോകത്താദ്യമായി ശിർക്ക് കടന്നു വരുന്നത് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ 5 ആളുകളെ കൊണ്ടാണ് ശൈത്താൻ ശിർക്കിന് വേണ്ടി പണിയെടുത്തത്. അവർ ആളുകൾക്ക് സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നവരായിരുന്നു. എല്ലാവരും ആദരിക്കപ്പെടുന്ന ബഹുമാനി വ്യക്തിത്വങ്ങളായിരുന്നു 5 ആളുകൾ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം നൽകപ്പെടുമായിരുന്നു എന്നാണ്
ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ 5 ആളുകളുടെ പേരുകൾ സൂറത്ത് നൂഹിലെ 43-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا وقالوا അവർ പറഞ്ഞു لا تذرن آلهتكم നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ ഒരിക്കലും കൈവടിയരുത്. വലാ തദറുന്ന നിങ്ങൾ കൈവടിയരുത്. വദ്ദൻ വദ്ദിനെയും സുവായിനെയും യൗസിനെയും യൗക്കിനെയും നസ്റിനെയും. അതെ, മുമ്പ് മരണപ്പെട്ടു പോയ അവരുടെ കൂട്ടത്തിലുള്ള അല്ലാഹുവിന്റെ ഏറ്റവും സാലിഹീങ്ങളായ 5 ആളുകൾ, ആ 5 ആളുകളെ നിങ്ങൾ വെടിയരുത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവരെല്ലാം നൂഹ് നബിയുടെ സമുദായത്തിൽ ജീവിച്ചിരുന്ന നല്ല മനുഷ്യരായിരുന്നു. അവർ മരണപ്പെട്ട ശേഷം പിശാച് ആ ജനതയ്ക്ക് ദുർബോധനം നൽകി ആ പുണ്യപുരുഷന്മാർ ഇരിക്കാറുണ്ടായിരുന്ന ഇരിപ്പിടങ്ങളിൽ അവരുടെ പേര് നൽകിക്കൊണ്ട് ചില പ്രതിഷ്ഠകൾ സ്ഥാപിക്കണമെന്ന് പിശാച് അവരോട് മന്ത്രിച്ചു. അവർ അപ്രകാരം ചെയ്തു. അവർ ആദ്യം അവരെ ആരാധിച്ചിരുന്നില്ല. ആ തലമുറ അങ്ങനെ ആ സ്വാലിഹീങ്ങളായ ആളുകളുടെ പ്രതിഷ്ഠയുണ്ടാക്കി അവരെ ആദരിച്ചു ബഹുമാനിച്ച് ആ ഒരു തലമുറ മരണപ്പെട്ടു പോയി. അവരെ സംബന്ധിച്ചുള്ള അറിവ് ഇല്ലാതാവുകയും ചെയ്തു. പിന്നീട് അടുത്ത തലമുറ വന്നപ്പോ അവരെ ആരാധിക്കുക തന്നെ ചെയ്തു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് സ്വഹീഹ് ബുഖാരി നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെയും അവസ്ഥ. ആദരിച്ച് ബഹുമാനിച്ച് അവസാനം കബറുകൾ കെട്ടിയുയർത്തി അവിടെ നേർച്ചകളും പരിപാടികളും അർപ്പിച്ച് ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്ന് ജൽപ്പിച്ച് അവസാനം ഇതാ പടച്ചോ ലോകത്തിന്റെ സൃഷ്ടാവ് പടച്ചോ മടവൂര് തന്നെയാണ് എന്ന പ്രഖ്യാപനവും ഈ ആളുകൾ നടത്തിയിരിക്കുന്നു. അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാന ഭാഗമാണ് അവൻ എല്ലാ സൃഷ്ടികളിൽ നിന്നും സമ്പൂർണനായി ഭിന്നനാണ് എന്നത്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ശൈഉൻ അവനെ പോലെ ഒരാളുമില്ല. വഹുവസ് സമീഉൽ അലീം അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവന് തുല്യനായി ഒരാളും തന്നെയില്ല. അവന് തുല്യനായി ഒരാളും തന്നെയില്ല. എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും എല്ലാം കാണുന്നവനും അല്ലാഹു മാത്രമാണ് എന്നതാണ് ഇസ്ലാമിന്റെ തൗഹീദെങ്കിൽ. അല്ലാഹു അറിയുന്നത് പോലെ അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾക്ക് അറിയാൻ സാധിക്കുന്നു, കേൾക്കാൻ കഴിയുന്നു, കാണാൻ സാധിക്കുന്നു എന്നാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് ഈ സമസ്തയുടെ ആളുകൾ എഴുതി പഠിപ്പിച്ചത്, സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അല്ലാഹു അറിയുന്നതെല്ലാം ഔലിയാക്കളും അറിയുമെന്ന് പറഞ്ഞതാരാ? സമസ്തയുടെ പ്രസംഗാന്തിക്ക് നമുക്ക് കാണാൻ സാധിക്കും. മടവൂരാണ് ലോകമെല്ലാം നിയന്ത്രിക്കുന്നത്, വിമാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞത് ഇവരുടെ ഒരു പുരോഹിതനാണ്. ഇയാൾ പുരോഹിതനാണ്. ഔലിയാക്കളാണ് ലോകം നിയന്ത്രിക്കുന്നു എന്നതിന് ആയത്ത് കൊണ്ടുവന്ന് അതിനെ ദുർവ്യാഖ്യാനിച്ചത് സാക്ഷാൽ കാന്തപുരമാണ് എന്ന് നമുക്ക് കാണാം. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് ഫത്വ കൊടുത്തതാരാ? ഇവരുടെ മറ്റൊരു പണ്ഡിതനായ പെൺമണക്കാരനാണ് നമുക്കറിയാം. ഞാൻ മുലപ്പെരല്ലാലമാണ് എന്ന് സ്വയം പറഞ്ഞതാരാ? സാക്ഷാൽ മടവൂരിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പുന്നെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നത് പോലെ അല്ലാഹുവിന്റെ ഔലിയാക്കളും പുന്നെന്ന് പറഞ്ഞാൽ അല്ലാഹു ഒന്നിനോട് ഉണ്ടാകും എന്ന് അവൻ ഉദ്ദേശിച്ചാൽ മാത്രം മതി. ഫയകൂൻ അതപ്പോൾ ഉണ്ടാകും. അതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കളും പുണ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്നത് ഇവരുടെ മാലകളാണ്. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാലും ഉത്തരം നൽകുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹുവല്ല, അത് ശൈഖാണ്, ഔലിയാണ് എന്ന് എഴുതുന്നത് സമസ്തയിലെ പണ്ഡിതന്മാരാണ്. അല്ലാഹുവിനെ പോലെ 99 നാമങ്ങളും മുഹ്യിദ്ദീൻ ശൈഖിനുമുണ്ട് എന്ന് പറയുന്നത് മുഹ്യിദ്ദീൻ മാലിയിലാണ് എന്ന് നമുക്ക് കാണാം. ആര് എവിടെ നിന്ന് എപ്പോൾ വിളിച്ചാലും മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് ഉത്തരം നൽകുമെന്ന് പറയുന്നത് ഇതേ മാലയിലാണ്. അതുപോലെ കാന്തപുരം അറിയാതെ ലോകത്ത് ഒന്നും സംഭവിക്കുകയില്ല, ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തട്ടുവിടുന്നത് ഇവരുടെ മറ്റൊരു പണ്ഡിതനായ പകരയാണ്. രാത്രിയോട് പ്രാർത്ഥിച്ചാൽ പോലും ശിർക്കാവില്ല എന്ന് പറയുന്നതോ ഇവരുടെ കൂട്ടത്തിലുള്ള സഖാഫികളാണ്. ഫാത്തിഹയിലുള്ള മുസ്തഖീം എന്നുള്ള പ്രാർത്ഥന നേർക്ക് നേരെ മുഹ്യിദ്ദീൻ ശൈഖിനോട് നടത്തിയാൽ അത് ശിർക്കാവുകയില്ല എന്ന് പറയുന്നതും ഇവരുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ബെൻസിലെ കാറിലെ യാത്രയും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് KSRTയിലെ യാത്രയുമാണ് എന്നാണ് പുതിയ കണ്ടുപിടുത്തം. അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ബെൻസ് കാറിലെ യാത്ര, അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നത്
സാധാ KSRTC ബസ്സിലെ യാത്ര എന്ന് കണ്ടുപിടിച്ചതും സമസ്തയിലെ അമ്പലക്കടവ് വൈസി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ആലോചിച്ചു നോക്കൂ, എവിടെ എത്തി നിൽക്കുന്നു ഇസ്ലാം? കേരളത്തിലെ ഇസ്ലാമിന്റെ മൊത്തക്കുത്ത് അവകാശപ്പെടുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന സമസ്ത ഖുറാബിസവും എവിടെ എത്തി നിൽക്കുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇത്തരം വിശ്വാസങ്ങളുടെ പിന്നാലെ, ഇത്തരം ആളുകളുടെ പിന്നാലെ, ഇത്തരം പണ്ഡിതന്മാരുടെ പിന്നാലെ അവരുടെ ആശയത്തിനും ആദർശത്തിനും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആളുകളെ സത്യത്തിന്റെ മതത്തിലേക്ക്, ഇസ്ലാമിലേക്കാണ് ഇവിടെ തിരിച്ചു കൊണ്ടുവരാനുള്ളത്. സമസ്തയിൽ നിന്നും ഇസ്ലാമിലേക്ക് ഈ ആളുകളെ തിരിച്ചു വിളിക്കേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു നാം ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത് വമൻ അദല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറ الناس കാനൂ ലഹും അഅദാൻ വകാനൂ ബിഇബാദതിഹിം ഗാഫിലീൻ. 5 കാര്യങ്ങളാണ് അല്ലാഹു ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. വമൻ അദല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റുള്ള ശക്തികളെ, വ്യക്തികളെ, അമ്പിയാക്കളെ, ഔലിയാക്കളെ ആരുമാകട്ടെ, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഏറ്റവും പിഴച്ചവരാകുന്നു, വഴിപിഴച്ചവരാകുന്നു. അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ വഴിപിഴച്ച ആളുകളാകുന്നു. രണ്ടാമത് അല്ലാഹു പറയുന്നത് ഖിയാമത്തു നാളുവരെ അവർക്ക് ഉത്തരം നൽകാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ. അതെ, ഖിയാമത്ത് നാൾ വരെ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം നൽകുകയില്ല. നിങ്ങൾ അവരെ വിളിച്ചോ, നിങ്ങളുടെ ദുആ, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. കേട്ടെന്ന് വിചാരിച്ചാൽ തന്നെ മസ്തജാബൂലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകുവാൻ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയെ തൊട്ടവർ അശ്രദ്ധരാണ്. അല്ലാഹുവല്ലാത്ത മുഴുവൻ ആരാധ്യന്മാരും നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ശരി, അവരെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരാകുന്നു. അവർ മരണപ്പെട്ടു പോയവരാകുന്നു. അവർ ഒരിക്കലും ജീവിച്ചിരിക്കുന്നവരല്ല. നിങ്ങളുടെ പ്രാർത്ഥനയെ തൊട്ട് അവർ അശ്രദ്ധരാകുന്നു. മാത്രവുമല്ല, നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഹ്ശറിലെ, ആ ഹിസാബിന്റെ വേളയില്, വിചാരണ സമയത്ത് എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ആരെയൊക്കെ ആരാധിച്ചിരുന്നോ ആരാധ്യന്മാരെയും ഒരു ഭാഗത്തും ആരാധിച്ചു കൊണ്ടിരുന്ന ജനങ്ങളെ മറുഭാഗത്ത് നിർത്തിക്കിട്ട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. هؤلاء يضل السبيل قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا الذكر فكانوا قوما بورا. അതേ മുഴുവൻ ആളുകളെയും ആരാധ്യന്മാരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിക്കിട്ട് അവരോട് ചോദിക്കും, ഈ ആളുകളെ നിങ്ങളാണോ വഴി പിഴപ്പിച്ചത്? നിങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ, നിങ്ങളുടെ കബറിനടുത്തെത്താൻ, ഇവർ നിങ്ങളോട് നേർച്ചയാക്കാൻ നിങ്ങളാണോ ഇവരോട് കൽപ്പിച്ചത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോ അവർക്ക് പറയാനുള്ള മറുപടി പടച്ചവനെ, നിനക്ക് പുറമെ ആരാധ്യന്മാരെ, ഔലിയാക്കളെ സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ഞങ്ങൾക്ക് യോജിച്ച കാര്യമല്ല. നിങ്ങൾ അവർക്ക് വേണ്ട തരത്തിലുള്ള പടച്ചവനെ നീ സുഖഭോഗങ്ങൾ നൽകി അവരങ്ങനെ വഴികെട്ട ഒരു ജനതയായി മാറിയതാകുന്നു. ഞങ്ങൾ ആരും ഉത്തരവാദിയായിട്ടില്ല. അതെ,
മുഹ്ദീശകളടക്കമുള്ള ബദരീങ്ങളടക്കമുള്ള മുഴുവൻ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരും നാളെ പരലോകത്തെ റബ്ബിന്റെ മുമ്പിൽ ആരാധിച്ച ആളുകൾക്കും അവർക്കെതിരായി അവർ ചെയ്ത ഇബാദത്തിനെ, അവരുടെ പ്രാർത്ഥനയെ അപ്പാടെ ആരാധ്യന്മാർ നിഷേധിച്ച് തള്ളുമെന്ന് വിശുദ്ധ ഖുർആനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല, ഇങ്ങനെയൊന്ന് പഠിപ്പിക്കുക എന്നുള്ളത്. നിനക്ക് പുറമെ മറ്റൊരു പങ്കാളിയെ ചേർക്കുക, മറ്റൊരാളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും പടച്ചവനെ ഞങ്ങൾക്ക് ചേർന്ന പണികയല്ല, മറിച്ച് ഇവർ വഴികെട്ട ഒരു ജനവിഭാഗമായി മാറി എന്ന്. എന്നെ പേടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ ശാന്തി എന്നവർ. എന്റെ മുരീദ് എന്റെ ത്വരീഖത്തിൽ തുടർന്നാൽ, എന്റെ മുരീദായി കഴിഞ്ഞാൽ ഇവിടെയും പരലോകത്തും ഒന്നും ഭയപ്പെടാനില്ല. നാളെ പരലോകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഏതോ ആളുകൾ എഴുതി വെച്ച മാലപ്പാട്ടുകൾ കേട്ട് ഏതെങ്കിലും ത്വരീഖത്തിനെ പിന്തുടർന്ന് ഏതെങ്കിലും ശൈഖന്മാരുടെ മുരീദന്മാരായി ചേർന്ന് അവരെ വിളിച്ചു പ്രാർത്ഥിച്ച് അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ഈ ശൈഖന്മാർ നാളെ ആരാധിക്കപ്പെട്ട ഈ ആളുകൾക്ക് മുമ്പിൽ റബ്ബിന്റെ കോടതിയിൽ നിഷേധിക്കും. ഞങ്ങൾ അവരോട് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ കൽപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ചേർന്ന കാര്യവുമല്ല. മറിയം കൊണ്ടുവരും. അതെ, കോടിക്കണക്കിന് വരുന്ന ക്രൈസ്തവ മതവിശ്വാസികൾ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ച അതെ ഈസാ നബി അലൈഹി ഇസ്ലാമെ പരലോകത്ത് അല്ലാഹു മാറ്റി നിർത്തും. എന്നിട്ട് അല്ലാഹു ചോദിക്കും, യാ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ മകൻ ഈസാ, അന്ത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി, നിന്നെയും നിന്റെ മാതാവായ മറിയമിനെയും ആരാധിക്കണമെന്ന് ഈ നിൽക്കുന്ന കോടികളോട്, ഈ നിൽക്കുന്ന ആളുകളോട് നീയാണോ കൽപ്പിച്ചത് എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിയെ ക്രൈസ്തവരായ വിശ്വാസികൾക്ക് മുമ്പിൽ നിർത്തിക്കൊണ്ട് റബ്ബ് നടത്തുന്ന ചോദ്യമുണ്ട്, വിചാരണയുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി, ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖിൻ ഇൻ കുന്തു ഖുൽതഹു ഫഖദ് അലിംതഹു തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. പടച്ചവനെ, നീ എത്ര പരിശുദ്ധനാൻ, എനിക്ക് പറയാൻ യാതൊരു അവകാശവുമില്ലാത്തത് ഞാൻ പറയാൻ പാടില്ലല്ലോ. ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അറിഞ്ഞിരിക്കുമല്ലോ. എന്റെ മനസ്സിലുള്ളത് പടച്ചവനെ നീ അറിയുന്നവനാണ്, നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയുകയില്ല. തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യമായ കാര്യം അറിയുന്നവൻ. അതേ പ്രിയപ്പെട്ടവരെ, ഈസാ നബി അലൈഹി ഇസ്ലാമിയെ അല്ലാഹു ചോദ്യം ചെയ്യും. ഈസാ നബിയുടെ മറുപടി, അതെ, തന്നെ ആരാധിച്ചു വിളിച്ചു പ്രാർത്ഥിച്ച കോടിക്കണക്കിന് വരുന്ന ക്രൈസ്തവ വിശ്വാസികൾക്ക് മുമ്പിൽ ഈസാ നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപിക്കുന്നു, ഒരിക്കലും ഞാൻ ഇങ്ങനെ അവരോട് കൽപ്പിച്ചിട്ടില്ല റബ്ബേ, നിന്നെ മാത്രം ആരാധിക്കാനാണ് ഞാൻ പഠിപ്പിച്ചത്. ഞാൻ അങ്ങനെ ഇവരോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് അല്ലാഹുവേ നീയാണല്ലോ എന്ന്. അതെ, ഈസാ നബി അലൈഹി ഇസ്ലാമിയെ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾക്ക് ശത്രുവായിക്കൊണ്ട് നാളെ പരലോകത്ത് ഈസാ നബി അലൈഹി ഇസ്ലാം മറുപടി പറയുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആര് വിളിച്ചു പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും നാളെ പരലോകത്ത് അവർ അവരുടെ ശത്രുക്കളായി മാറുമെന്ന കൃത്യമായ പാഠങ്ങളാണ് വിശുദ്ധ ഖുർആനും ഹദീസ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും അബദ്ധത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അർഹമർ റഹീമായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم
إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أتنا كتاب والسنة وأمتنا مع الإيمان والتوبة اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم.